റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് വിശേഷപ്പെട്ട ദിവസങ്ങൾ എന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വിശേഷപ്പെട്ട ദിവസങ്ങളായിട്ട് ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വിശേഷപ്പെട്ട ദിനങ്ങൾ വരുമ്പോൾ മിക്കവാറും ഭവനങ്ങളിൽ ഇത് വലിയൊരു സെലിബ്രേഷനായിട്ടാണ് നാം കാണുന്നത്. പലരും ഇതെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെടുത്ത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അവരുടെ സന്തോഷങ്ങൾ അവർ ഷെയർ ചെയ്യുന്ന കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് പോലും അവരും അതൊക്കെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബർത്ത്ഡേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ദൈവമക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനോ ദൈവദാസന്മാരുടെ അരികിലേക്ക് പോകാനോ ആലയത്തിലേക്ക് പോകാനോ ഒന്നും അവർ ശ്രമിക്കാറില്ല. നേരം വെളുത്താൽ ഉടൻ അവരുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടായിട്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും അത് ദൈവം തരുന്ന ദാനമാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുവാൻ. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്കൊരു ബർത്ത്ഡേസ് ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ദൈവദാസന്മാരെയോ ഒക്കെ വിളിച്ചിരുത്തി അവരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആലയത്തിലേക്ക് കടന്നുപോയി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ഒരു വലിയ ബ്ലെസ്സിങ്സ് ആണ്. അതല്ലാത്ത പക്ഷം നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് നമ്മുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നതും അതൊരു വലിയ വിശേഷമാണ്, അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആണ്, അനുഗ്രഹമാണ്. എനിക്ക് പലരും അങ്ങനെ ചെയ്യാറില്ല. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മുമ്പൊക്കെ പുറയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിയും. ഒരു ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, പിറന്നാളെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ അമ്മച്ചമാരെ കൊണ്ടൊക്കെ അവർ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതൊക്കെ അങ്ങ് മാറി. ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫേസ്ബുക്കിൽ എടുത്തിടുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരിങ്ങനെ സന്തോഷിക്കും. ലൈക്ക്, ഷെയർ ഇങ്ങനെയൊക്കെ മതി. പക്ഷെ അതല്ല നാം ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ദൈവമക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമല്ലോ. നമുക്ക് എത്രയോ സൗകര്യങ്ങളുണ്ട് അല്ലേ? ദേവദാസന്മാർ നമുക്ക് എത്രയോ പേരുണ്ട്, അവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കാം. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് അതൊക്കെ വലിയ അനുഗ്രഹമാണ്. നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ തലമുറയോട് വരുമ്പോൾ അവരും അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം അത് പ്രാർത്ഥിക്കാനും ദൈവമക്കളുമായിട്ടുള്ളൊരു ബന്ധത്തിനും കുഞ്ഞുങ്ങളുടെ താഴ്മ എന്ന മനോഭാവം ഇതിലെല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ഉള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുക. അനേകരും ഇന്നേക്ക് ഇതൊക്കെ മറന്നു പോകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പിറന്നാൾ വരട്ടെ. ഇതൊക്കെ സന്തോഷമുള്ള ദിനങ്ങൾ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവുമാണ്. കർത്താവ് തരുന്ന ഓരോ മിനിറ്റുകളും അത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നാൽ പോലും അതുപോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളതിനൊക്കെ കണക്ക് കൊടുക്കണം. കർത്താവ് നമുക്കൊരു കാര്യം ചിന്തിക്കണം. നമ്മളെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചൊരു പലരും മരിച്ച് മൺമറിഞ്ഞ് ഈ ലോകത്തിൽ നിന്നൊക്കെയും മാറ്റപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗം നമ്മളെ സഹായിക്കുന്ന, സ്വർഗം നമ്മളെ വിടുവിച്ച് മാനിക്കുന്ന വിധങ്ങൾ അത്ര വലുതാണ്. കർത്താവ് നമ്മളെ കൺമണി പോലെ പാതുകാത്ത് വഴി നടത്തിയ വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആകയാൽ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിതൊക്കെ പാലിക്കണം. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളിതൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നമ്മളതൊരു കുറവുണ്ടെങ്കിൽ നിശ്ചയമായി അത് പരിഹരിച്ച് വരണം. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറും. മാതാപിതാക്കളും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നേക്ക് അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി തീരേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. അതാണ് അടിക്കടി ഞാൻ പറയാറുള്ള കാര്യം. കുഞ്ഞുങ്ങളെ കൊണ്ട് സ്തോത്ര കാഴ്ച ഇടിയിക്കണം. കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ ചെയ്യിക്കണം. അപ്പോഴാണ് അവരത് മനസാല ചെയ്യുവാനിടയാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം അത് ദൈവത്തിന് മഹത്വമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. സോ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.
ഓൺ.